നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മലേഷ്യ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് മലേഷ്യയിലുള്ള ഒരു ലങ്കാവി എന്ന് പറഞ്ഞ ഐലൻഡിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ലങ്കാവിയിൽ നിന്ന് കോലാലംപൂരിലേക്ക് പോകാനായിട്ടുള്ള യാത്രയിലാണുള്ളത്. ഇന്ന് രാവിലെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാണ്ടിരുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡേ ടൂറിന് വന്നപ്പോൾ കണ്ടൊരു ബീച്ചിൽ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് പോകാനായിട്ടാണ് രാവിലത്തെ പ്ലാൻ. ഞങ്ങൾ റൂം എടുത്തായിരുന്ന കുവ എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ടാവും. ഇങ്ങോട്ട് അഞ്ചും റൂ എന്ന് പേരുള്ളൊരു ബീച്ചാണിത്. ഇവിടെ അടുത്തുള്ളൊരു ജെട്ടിയിൽ നിന്നാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാംഗ്രോ ടൂർ പോയത്. ഒട്ടും തിരക്കോ അല്ലെങ്കിൽ ആളുകളുടെ ബഹളമൊന്നും ഇല്ലാത്തൊരു ബീച്ചാണിത്. കാര്യം ഇവിടെ ടൂറിസ്റ്റുകളുടെ വലിയ തിരക്കൊന്നുമില്ലെങ്കിലും ടൂറിസ്റ്റുകൾക്ക് വേണ്ട അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം അവർ ബീച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. ഐ ലവ് ലങ്കാവി എന്നുള്ളൊരു നെയിം ബോർഡാണ് നമ്മൾ ബീച്ചിലേക്ക് കയറുമ്പോൾ തന്നെയുള്ള ആദ്യത്തെ കാഴ്ച. ലങ്കാവിയുടെ നെയിം ബോർഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ബീച്ചിൻ്റെ പേരായിട്ടുള്ള തഞ്ചുംറൂടെ നെയിം ബോർഡും. ബീച്ചിനോട് ചേർന്നുള്ള ഏരിയ മുഴുവനും നന്നായിട്ട് ടൈലൊക്കെ ഇട്ട് ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളെ കൂടാതെ ഏകദേശം 8-10 ആളുകളാണ് ഈ ബീച്ചിൽ ടൂറിസ്റ്റുകളായിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഈ കടലിൽ കൂടെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തായ്ലൻഡിലേക്ക് എത്തും. ഈ ബീച്ചിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തായ്ലൻഡ് കാണാൻ പറ്റുന്ന കഴിഞ്ഞ ദിവസത്തെ ടൂറിൻ്റെ ഗൈഡ് പറയണ്ടായിരുന്നു. യാത്ര ചെയ്യാനായിട്ടുള്ള കാരണം ബീച്ചിലേക്ക് ഇറങ്ങണ്ടെന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഏകദേശം 1/4 മണിക്കൂർ ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ എയർപോർട്ടിലേക്ക് തിരിക്കുന്നത്. ബീച്ചിനോട് ചേർന്നുള്ള ഈ ഒരു ബിൽഡിങ്ങിൽ ടൂർ ഏജൻസികളുടെ ഓഫീസുകളും സ്നാക്ക് ബാറുകളൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ലങ്കാവിയിലെ അവസാനത്തെ ടൂറിസ്റ്റ് സ്പോട്ടിനോട് ഗുഡ് ബൈ പറയാണ്. ഇവിടുന്ന് മെയിൻ ഹൈവേ കൂടി അല്ല എയർപോർട്ടിലേക്ക് പോണത്. നമ്മുടെ കേരളത്തിനോട് ഏകദേശം സാദൃശ്യമുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഈ റൂട്ടിൽ കൂടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത്. ഹൈവേയിൽ മെയിൻ ഏരിയകളിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിസരത്തേക്ക് വന്നതോടുകൂടി യാതൊരു തിരക്കില്ലാത്തൊരവസ്ഥ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെറിയ ചെറിയ പെട്ടിക്കടകളും ചെറിയ വർക്ക്ഷോപ്പുകളും അതുപോലെ തന്നെ കുറേയധികം റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉള്ളൊരു ഏരിയയാണത്. പിന്നെ ടൂറിസം കൊണ്ട് കാര്യമായിട്ടുള്ള ഗുണമൊന്നും കിട്ടാത്ത ആളുകളാണ് ഈ പരിസരത്ത് താമസിക്കുന്നത്. ടൂറിസ്റ്റുകൾ അധികം ആളുകൾ ഈ പരിസരത്തേക്ക് വരാത്തത് തന്നെയാണ് അതിന് കാരണം. ഏകദേശം 1/2 മണിക്കൂർ ഓടിയതോടുകൂടി ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി. റെൻറ്റിനെടുത്ത വണ്ടി നമുക്ക് ഇവിടെ തന്നെയാണ് തിരിച്ചേൽപ്പിക്കേണ്ടത്. ഇവിടെ എയർപോർട്ടിൻ്റെ ടെർമിനൽ ഏരിയയിൽ തന്നെ കുറേയധികം ഷോപ്പുകൾ നമുക്ക് കാണാം. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചെക്കിനും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് ബോർഡിംഗ് ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തി. ഫ്രണ്ടിൽ എയർ ഏഷ്യയുടെ പ്ലെയിനും കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഈ ഫൈറ്റർ പ്ലെയിൻ ശ്രദ്ധയിൽപ്പെട്ടത്. ഫൈറ്റർ പ്ലെയിൻ കണ്ടതോടുകൂടി ഇവിടെ കാത്തിരുന്നേർന്ന ആളുകൾക്കൊക്കെ ആവേശമായി. മിക്കവാറും തന്നെ ഒരു മൊബൈൽ ക്യാമറ എടുത്തുകൊണ്ട് ഇതിൻ്റെ വീഡിയോ പകർത്താൻ തുടങ്ങിയേക്കാണ്. ഒരു ഫൈറ്റർ പ്ലെയിൻ റൺവേയുടെ അടുത്തേക്ക് പോയതും കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അടുത്തൊരു ഫൈറ്റർ ഫ്രണ്ടിൽ തന്നെ കാണുന്നത്. രണ്ടാമത്തെ ഫൈറ്റർ ജെറ്റ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അത് ഈ അടുത്തതും ഫ്രണ്ടിലേക്ക് എത്തണത്. ലങ്കാവി ഐലൻഡിൽ മലേഷ്യൻ നേവിക്ക് ഒരു ബേസ് ഉണ്ട്. ലങ്കാവി മലേഷ്യയുടെ ഒരു അതിർത്തി ഐലൻഡാണ്. അതുകൂടാതെ തന്നെ ഇന്ത്യൻ ഓഷ്യനിലേക്ക് ഏറ്റവും നന്നായിട്ടുള്ള ആക്സസ് ഇവർക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഫൈറ്റർ പ്ലെയിനുകൾ ടേക്ക് ഓഫ് ചെയ്യണത് കാണാൻ വേണ്ടി കാത്തു നിന്നപ്പോഴാണ് എയർ ഏഷ്യയുടെ ഒരു വിമാനം ലാൻഡ് ചെയ്തിട്ട് ടെർമിനലിൻ്റെ അടുത്തേക്ക് വന്നത്.
കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എയർ ഏഷ്യ ലങ്കാവിയിൽ നിന്ന് കുറേയധികം സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് മിക്കവാറും ഫ്ലൈറ്റുകൾ കോലാലംപൂരിലേക്കാണ്. എയർ ഏഷ്യയുടെ പുറകെ മലിൻ്റോടെ ഒരു ചെറിയ എയർക്രാഫ്റ്റാണ് അടുത്തത് ലാൻഡ് ചെയ്തേക്കുന്നത്. മലിൻ്റെ പേരായിട്ട് ബോയിങ് വിമാനങ്ങൾ വെച്ചാണ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും 8 ചെറിയ ATR വിമാനങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊരു ATR വിമാനം ആയിരിക്കണം മിക്കവാറും ഇത്. എയർപോർട്ട് ടെർമിനലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ ചെറിയ കിയോസ്കുകളും കുറേ ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ എയർപോർട്ട് സ്റ്റാഫിനോട് അന്വേഷിച്ചപ്പോൾ നേവിയുടെ റിലേറ്റഡ് ആയിട്ട് എന്തോ ഫംഗ്ഷൻ നടക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ഫ്ലൈറ്റ് ബോർഡിംഗ് ഏരിയയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയപ്പോഴേക്കും ബാക്കിൽ നിന്ന് ഒരു ഫൈറ്റർ പ്ലെയിൻ പൊന്തി. ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് തുടങ്ങിയെങ്കിലും ബാക്കിയുള്ള ഫൈറ്റർ പ്ലെയിനുകൾ പൊന്തിയതിന് ശേഷം ഞാൻ ബോർഡ് ചെയ്യണുള്ളൂ എന്ന് തീരുമാനിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. മലിൻഡോയിലാണ് ഞങ്ങളുടെ കോലാലംപൂരിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാനായിട്ട് കാത്തു നിന്നപ്പോഴാണ് വലത്തേ സൈഡിൽ വേറൊരു ഫൈറ്റർ പ്ലെയിനും കൂടി കാണുന്നത്. ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ സമയമായപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് മഴയും പെയ്തു തുടങ്ങി. ലങ്കാവിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഞങ്ങൾ കടലിൻ്റെ മേലിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനി ഏകദേശം കോലാലംപൂർ അടുക്കണ വരെ ഇതുപോലത്തെയൊക്കെ കാഴ്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി. കോലാലംപൂർ 2 എയർപോർട്ടുകളാണുള്ളത്. ഇതിലൊന്ന് KLIA 1 എന്നും രണ്ടാമത്തത് KLIA 2 എന്നുമാണ് അറിയപ്പെടുന്നത്. KLIA 1 നിന്നാണ് ഫുൾ സർവീസ് ഫ്ലൈറ്റുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യണത്. ബഡ്ജറ്റ് എയർലൈൻസും ലോ കോസ്റ്റ് കാരിയേഴ്സുമാണ് KLIA 2 നിന്ന് ഓപ്പറേറ്റ് ചെയ്യണത്. ഞങ്ങളിപ്പോൾ എയർപോർട്ടിൻ്റെ ഫസ്റ്റ് ടെർമിനലിലാണ് ലാൻഡ് ചെയ്തേക്കുന്നത്. കോലാലംപൂർ സിറ്റി സെൻറ്ററിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ മാറിയാണ് ഈ എയർപോർട്ട്. ഇപ്പോൾ ഇവിടുത്തെ സമയം ഏകദേശം വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. നമുക്കിവിടുന്ന് ബസ്സിനോ ടാക്സിക്കോ അല്ലെങ്കിൽ ട്രെയിനിനോ സിറ്റി സെൻറ്ററിലേക്ക് എത്താൻ പറ്റും. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ റൂട്ടിൽ അത്യാവശ്യം ട്രാഫിക് ഉണ്ടാവുന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ട്രെയിനിന് പോകാതെ തീരുമാനിച്ചേക്കാണ്. KLIA എക്സ്പ്രസ് എന്ന് പറഞ്ഞ റൂട്ടാണ് എയർപോർട്ടിനെ സിറ്റി ആയിട്ട് കണക്ട് ചെയ്യണത്. ഞങ്ങൾ ഓൺലൈനായിട്ട് നേരത്തെ തന്നെ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. KLIA എക്സ്പ്രസ് സ്റ്റേഷനിലേക്ക് പോയിൻ്റ് ചെയ്യണ സൈൻ ബോർഡ് ഫോളോ ചെയ്താണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈൻ ബോർഡിൽ KLIA എക്സ്പ്രസ് എന്നും ട്രാൻസിറ്റ് എന്നും നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും ഒറ്റ റൂട്ട് തന്നെയാണ്. എയർപോർട്ടിൻ്റെ കോലാലംപൂർ സിറ്റിയുടെ ഇടയിൽ വേറെ സ്റ്റോപ്പൊന്നും ഇല്ലാണ്ട് ഓടുന്ന ട്രെയിനാണ് KLIA എക്സ്പ്രസ്. KLIA ട്രാൻസിറ്റ് ഇടയ്ക്ക് സ്റ്റോപ്പുകളൊക്കെ ഉള്ള ട്രെയിനാണ്. KLIA 2 എയർപോർട്ടായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എയർപോർട്ടാണ് KLIA 1. മലേഷ്യ എയർലൈൻസും ബാട്ടിക് എയറൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു എയർപോർട്ടിൽ നിന്നാണ്. ഏകദേശം 900 ഇന്ത്യൻ രൂപയുടെ അടുത്താണ് ഞങ്ങൾ ഒരാൾക്ക് KLIA എക്സ്പ്രസിൻ്റെ ടിക്കറ്റിന് വേണ്ടി വന്നത്. KLIA 1 ലും 2 ലും ഈ ട്രെയിനിന് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ.
രണ്ട് റെയിൽവേ സ്റ്റേഷനുകളും ടെർമിനലിൻ്റെ താഴത്ത് തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സൈൻ ബോർഡ് നോക്കി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന സ്റ്റേഷനുകളാണിത്. ഇതിൻ്റെ ടിക്കറ്റ്സൊക്കെ നമുക്ക് മൊബൈലിൽ തന്നെ സ്കാൻ ചെയ്ത് സ്റ്റേഷനിലേക്ക് കയറാൻ പറ്റും. ഞങ്ങളിപ്പോൾ ട്രെയിനിൻ്റെ സ്റ്റേഷനിലേക്ക് എത്തി. എയർപോർട്ടിൽ നിന്ന് KL സെൻട്രൽ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യണത്. KLIA 2 എയർപോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് KLIA 1 എയർപോർട്ടിൽ നിന്ന് ആളെ കയറ്റിയിട്ടാണ് ഇത് KL സെൻട്രലിലേക്ക് പോണത്. അധികം വൈകാണ്ട് തന്നെ ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ട്രെയിൻ എത്തി. ഏകദേശം അരമണിക്കൂർ കൊണ്ടാണ് ട്രെയിൻ എയർപോർട്ടിൽ നിന്ന് KL സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തണത്. കുറച്ചധികം ആളുകൾ എയർപോർട്ടിൻ്റെ ഈ സ്റ്റേഷനിൽ നിന്ന് കയറിയെങ്കിലും ഇത് അത്യാവശ്യം വലിയൊരു ട്രെയിൻ ആയതുകൊണ്ട് കുറേയധികം സീറ്റുകൾ ഒഴിവുണ്ട്. ബാഗേജൊക്കെ ട്രെയിനിൻ്റെ റാക്കിൽ ഒതുക്കി വെച്ചിട്ട് ഫ്രണ്ടിലെ പോകിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ട്രെയിൻ നീങ്ങി തുടങ്ങിയതോടുകൂടി റോട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള ട്രാഫിക്ക് ഞങ്ങൾ കണ്ടായിരുന്നു. ഈ ട്രെയിൻ ഏകദേശം 900 രൂപയാണ് റേറ്റിംഗ്. എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്കുള്ള ബസ്സുകൾക്ക് ഏകദേശം 200 രൂപയുടെ അടുത്താണ് കോസ്റ്റ് വരുന്നുള്ളൂ. ഞങ്ങൾ നേരത്തെ ഒരിക്കൽ ബസ്സിൽ എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് പോയപ്പോൾ ട്രാഫിക്കിൽ വല്ലാത്തൊരു പെടൽ വിട്ടായിരുന്നു. അന്ന് ഏകദേശം 2-2.5 മണിക്കൂറാണ് ഞങ്ങൾ സിറ്റിയിലേക്ക് എത്താനായിട്ട് എടുത്തത്. അതിനുശേഷമാണ് ഞങ്ങൾ എയർപോർട്ടിലേക്കുള്ള യാത്ര ട്രെയിനിലേക്ക് മാറ്റിയത്. പണ്ടത്തെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ അധികം ആളുകൾ ഈ ഒരു സർവീസ് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ സിറ്റീനോട് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ ട്രാക്കിൻ്റെ 2 സ്ഥലത്തായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം KL സെൻട്രൽ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തി തുടങ്ങി. കൃത്യം അരമണിക്കൂർ കൊണ്ട് തന്നെ ട്രെയിൻ KL സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഈ KL സെൻട്രൽ മലേഷ്യയിലെ ഏറ്റവും വലിയ ട്രാൻസിറ്റ് ഹബ്ബാണ്. അതായത് കോലാലംപൂരിൻ്റെ അകത്തും പുറത്തും മാത്രമല്ല, മലേഷ്യയുടെ പല ഭാഗത്തേക്കുള്ള ട്രെയിനുകളും അതുപോലെ തന്നെ ചില ബസ്സുകളും എല്ലാം കടന്നു പോകുന്നത് ഈ ഒരു ഹബ്ബ് ടച്ച് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള പല രീതിയിലുള്ള കണക്ടിവിറ്റി നമുക്ക് ഈ ഹബ്ബിൽ നിന്ന് തന്നെ കിട്ടും. ഈ ഹബ്ബിൽ നിന്നുള്ള കണക്ടിവിറ്റിയുടെ സൈൻ ബോർഡുകൾ ഹബ്ബിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കോലാലംപൂർ ഹോട്ടൽ ബുക്ക് ചെയ്തേക്കണത് ബുക്കിറ്റ് ബിൻഡാങ് എന്ന് പറഞ്ഞ ഏരിയയിലാണ്. ഇവിടെ നിന്ന് മോണോറെയിലാണ് ഞങ്ങൾ ബുക്കിറ്റ് ബിൻഡാങ് ഏരിയയിലേക്ക് പോകാൻ പോണത്. KL സെൻട്രലിൻ്റെ മെയിൻ ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കണത്. രാവിലെയും വൈകിട്ടും മാത്രമല്ല കേട്ടോ, മിക്കവാറും സമയങ്ങളിൽ ഇവിടെ ഇങ്ങനെ തന്നെയാണ് തിരക്ക്. ഈ കാണുന്ന ടിക്കറ്റ് വെൻഡിങ് മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങളിപ്പോൾ മോണോറെയിലേക്ക് കയറാൻ പോവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ KL സെൻട്രലിൽ ഈ മോണോറെയിൽ സ്റ്റേഷനിൽ. ഞങ്ങളിപ്പോൾ ബുക്കിറ്റ് ബിൻഡാങ് എന്ന് പറഞ്ഞ ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കോലാലംപൂരിലെ ഏറ്റവും നല്ല കൊമേഴ്ഷ്യലും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഡിസ്ട്രിക്റ്റാണ് ഈ ബുക്കിറ്റ് ബിൻഡാങ് എന്ന് പറഞ്ഞ ഏരിയ. പിന്നെ ഈ പരിസരത്തായിട്ട് കുറേയധികം ഷോപ്പിംഗ് മാളുകളും ഉണ്ട് കേട്ടോ. ഈ കാണുന്ന റോയൽ എന്ന് പേരുള്ള ഹോട്ടലിലാണ് അടുത്ത കുറച്ച് ദിവസം ഞങ്ങൾ താമസിക്കാൻ പോണത്.
കോലാലംപൂരിൻ്റെ ഹൃദയഭാഗം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. കുറച്ച് പഴക്കമുള്ള ഹോട്ടലാണ് ഇതെങ്കിലും സിറ്റി സെൻറ്ററിലായതും കൊണ്ടാണ് ഞങ്ങൾ ഇത് തന്നെ ബുക്ക് ചെയ്തത്. അടുത്ത കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ കോലാലംപൂർ തന്നെ ഉള്ള കാരണം അധികം പുറത്തേക്ക് പോകാണ്ട് ലോക്കൽ തന്നെ ഒന്ന് കറങ്ങാതെ തീരുമാനിച്ചേക്കാണ് ഇപ്പോൾ. ഈ പരിസരത്തുള്ള ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനായിട്ടാണ് ഇനിയുള്ള പരിപാടി.